KT Jalil entered the election scene back in 2006 as a giant killer by defeating PK Kunyalikutti of the Indian Union Muslim League in Kuttipuram. But ever since the formation of Tavanur constituency back in 2011, he has represented the constituency for the last 3 terms. Last time he faced the election amidst a slew of controversies, and his margin got reduced to some 2,000 plus votes. He initially wanted not to contest the election all over again, but the Left Democratic Front wanted him to contest again. And he is confident that the development activities undertaken by him in the last 15 years will stand in good stead, and he'll be able to increase the margin of victory this time around. തവനൂർ ഇടതിൻ്റെ പോക്കറ്റ് ബെറോ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ശ്രീ KT ജലീലിൻ്റെ പോക്കറ്റ് ബെറോ എന്ന് പറയുന്നതായിരിക്കും ശരി. മണ്ഡല രൂപീകരണം തൊട്ട് ഇന്ന് വരെ അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് താങ്കളാണ്. അപ്പോൾ ഇത്തവണ വീണ്ടും ഒരു 4ാമത്തെ തവണ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ് തവനൂരിനോട് പറയാനുള്ളത്, ആവശ്യപ്പെടാറുള്ളത്? കഴിഞ്ഞ 15 വർഷമായി ഞാൻ തവനൂരുകാർക്കിടയിലുണ്ട്. ഏകദേശം ഒരുപാട് വീടുകൾ ഇതിനകം ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വിവാഹങ്ങൾക്ക്, മരണാനന്തര ചടങ്ങുകൾക്ക്, മരണവേളകളിൽ ഒക്കെ തന്നെ. അപ്പോൾ ജനങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഞാൻ പങ്കാളിയായിട്ടുണ്ട്. ഒരുപാട് വികസന പദ്ധതികൾ ഇതിനകം ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞു. ഇനിയും കുറേ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നത്. സുപ്രധാനമായിട്ടുള്ള 4 പാലങ്ങൾ അതിന് പണം അനുവദിക്കാൻ 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സാധിച്ചു. അതിലൊന്ന് ഒളമ്പക്കടവ് പാലമാണ്. 1 കിലോമീറ്റർ നീളമാണ് അതിനുള്ളത്. കോൾ നിലത്തിലൂടെയാണ് ആ പാലം. അതിൻ്റെ 70% പ്രവൃത്തികൾ പൂർത്തിയായി. രണ്ടാമത്തേത് നായർത്തോട് പാലം, തിരൂർ പുഴയ്ക്ക് കുറുകെ 65 കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് സർക്കാർ അനുവദിച്ചത്. എടപ്പാളിലെ ഫ്ലൈ ഓവർ, ഒരു പട്ടണത്തിന് കുറുകെയുള്ള മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ മേൽപ്പാലമാണത്. അതിന് 13 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച് കിട്ടി. പണി പൂർത്തിയായി. ഗതാഗതക്കുരുക്ക് അതുകൊണ്ട് തന്നെ വളരെ കൂടുതലായി നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചു. തിരുനാവായ തവനൂർ പാലം, അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി നിർമ്മാണം തുടങ്ങാനിരിക്കുന്ന സന്ദർഭത്തിലാണ് മെട്രോ ശ്രീധരൻ ഹൈക്കോടതിയിലൊരു ഹർജി ഫയൽ ചെയ്യുന്നത്. 2 ക്ഷേത്രങ്ങളെ നടുവിലൂടെയാണ് ആ പാലം വരുന്നത്, അതുകൊണ്ട് അലൈൻമെൻറ്റ് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ വിശ്വാസികളുടെ സമൂഹത്തെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് കരുതി ഞങ്ങളത് സമഗ്രമായിട്ടുള്ളൊരു ആലോചനയ്ക്ക് ശേഷം കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി, പുതിയ അലൈൻമെൻറ്റ് വേണമെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാം എന്നുള്ള നിലയിൽ അത് നിർത്തിവെച്ചിരിക്കുകയാണ്. പിന്നെ മറ്റുള്ള ഭാഗങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങൾക്ക് സമാനമായി എല്ലാ മേഖലയിലും സമഗ്രമായിട്ടുള്ള വികസനം ഉണ്ടായിട്ടുണ്ട്. തീരദേശ ഹൈവേ, അതിൻ്റെ പണിയും പൂർത്തിയായി. ഇനി പടിഞ്ഞാറേക്കരയിൽ നിന്ന് പൊന്നാനിയിലേക്ക് തീരദേശ ഹൈവേയുടെ ഭാഗമായുള്ള ഒരു ഹൗറ മോഡൽ പാലം 250 കോടി രൂപയാണ് അതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കിഫ്ബിയിൽ നിന്ന് ആ പണം അനുവദിച്ചു. ആ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കണം. തിരുനാവായ തവനൂർ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കണം. അതോടൊപ്പം തന്നെ എല്ലാ ഗ്രാമീണ റോഡുകളും റബ്ബറൈസ് ചെയ്യുക എന്നുള്ള ഒരു പദ്ധതി അടുത്ത 5 വർഷത്തിനിടയിൽ നടപ്പിലാക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് എൻ്റെ സ്വപ്നം. ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് മാറി നിന്നതാണല്ലോ. വീണ്ടും എന്തുകൊണ്ടാണ് ഒരു പുനർവിചിന്തനം നടത്തിയത്? അല്ല, ഞാൻ വ്യക്തിപരമായിട്ട് പുനർവിചിന്തനം നടത്തിയതല്ല. ഞാൻ മത്സരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയായിരുന്നു. പുതിയ ആളുകൾക്ക് അവസരമുണ്ടാകട്ടെ എന്ന് കരുതി. സാധാരണഗതിയിൽ എല്ലാവരും സീറ്റിന് വേണ്ടി ഓടാറാണ് പതിവ്. ഞാൻ നേരത്തെ തന്നെ പാർട്ടിക്ക് അങ്ങനെ മറ്റാർക്കെങ്കിലും കൊടുക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ കൊടുക്കട്ടെ എന്നുള്ള നിലയിലാണ് മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ പാർട്ടി വളരെ നിർബന്ധപൂർവം മത്സരിക്കണം, മത്സരിച്ചേ പറ്റൂ എന്നുള്ള നിലയിൽ പറഞ്ഞു. പാർട്ടി അങ്ങനെ പറയുമ്പോൾ നമുക്ക് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ സാധിക്കില്ല. കാരണം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പാർട്ടി എന്നെ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ പാർട്ടി പറയുന്നത് ധിക്കരിക്കുക എന്ന് പറയുന്നത് ഒരു നന്ദികേടാവും എന്നുള്ള ധാരണയിലാണ് ഞാൻ പാർട്ടിയുടെ തീരുമാനം ശിരസാവഹിക്കാൻ തീരുമാനിച്ചത്. എതിർ സ്ഥാനാർത്ഥി, മുഖ്യ എതിരാളി പ്രത്യേകിച്ചും DCC പ്രസിഡൻ്റാണ്. അദ്ദേഹം ഇവിടെ സമ്മതനായ ആളാണ്. അദ്ദേഹവുമായിട്ടുള്ള മത്സരത്തെ എങ്ങനെ കാണുന്നു? 2011 ഇതുപോലെ DCC പ്രസിഡൻ്റായിരുന്നു എനിക്കെതിരായിട്ട് മത്സരിച്ചിരുന്നത്.
ഇതിനേക്കാൾ സുസമ്മതനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു വി പ്രകാശ്. അദ്ദേഹം അകാലത്തിൽ മരണപ്പെട്ടുപോയി. ഏറ്റവും ജെൻറ്റിലായിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു സത്യത്തിൽ 2011 നടന്നത്. അന്ന് 6000 ചില്ലാനം വോട്ടുകൾക്ക് ഞാൻ ജയിച്ചു. 2010 നടന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ 9000-ഓളം വോട്ടുകൾക്ക് പിറകിലായിരുന്നു അന്നും. ആ 9000 വോട്ടുകൾക്ക് പിറകിലായ ഘട്ടത്തിലാണ് ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും 7-ൽ 6 തദ്ദേശ സ്ഥാപനങ്ങളും എന്ന് പറയാം UDF ഭരിച്ചിരുന്ന സന്ദർഭത്തിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് മത്സരത്തിന് വരുന്നത്. അന്നും ജയിക്കുകയാണ് ചെയ്തത്. ഇന്നും 7 പഞ്ചായത്ത് മുഴുവൻ പഞ്ചായത്തുകളും UDF ആണ് ഭരിക്കുന്നത്. 9000 വോട്ടിൻ്റെ ലീഡുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണിനെ ഒരു തരത്തിലും സ്വാധീനിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ഞാൻ ആളുകളെ സമീപിക്കുമ്പോൾ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. പിന്നെ ഇവിടുത്തെ ഓരോ ആളുകളെയും എനിക്ക് പരിചിതമാണ്. അവർക്ക് എന്നെ അറിയാം, എന്നെക്കാളധികം അവരെ എനിക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കെമിസ്ട്രി ഞങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ യെസ്. അതുകൊണ്ട് തന്നെ കുറച്ച് കാണുകയല്ല, എല്ലാ പ്രതിയോഗികളെയും നമുക്ക് മറികടക്കാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് 10 ലക്ഷം ഫേസ്ബുക്ക് ഫോളോവേഴ്സുള്ള ഒരു വലിയ ചാരിറ്റി മാഫിയ സംഘത്തിൻ്റെ തലവനെ തന്നെ അവർ കൊണ്ടുവന്ന് ഒരു മിശീഹയെ പോലെ അവതരിപ്പിച്ച് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവസാന ശ്രമവും നടത്തിയത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കുറവാണെങ്കിൽ പോലും 2500-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ഞാൻ വിജയിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. എന്നെക്കാൾ വോട്ട് കുറഞ്ഞ് വിജയിച്ച ലീഗ് സ്ഥാനാർത്ഥികളുണ്ട് ഈ ജില്ലയിൽ. 38 വോട്ടിനാണല്ലോ കഴിഞ്ഞ തവണ പെരിന്തൽമണ്ണയിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. അതിന് മുമ്പ് പെരിന്തൽമണ്ണയിൽ 500 വോട്ടിനാണ് വിജയിക്കുന്നത്. ഈ 2021 മെൻഷൻ ചെയ്തതുകൊണ്ട് തന്നെ 2021 തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നിട്ടാണത് സംഭവിക്കുന്നത്. കാരണം ഒത്തിരി എൻക്വയറീസ്, അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ മീഡിയയുടെ എന്താ പറയുക ഒരു ഫോളോയിങ്, ഇതെല്ലാം വെച്ചിട്ടാണ്. അതെ. അതിൽ നിന്ന് ഇതിനെ എങ്ങനെ കമ്പയർ ചെയ്ത് കാണും? അല്ല, മീഡിയകളുടെ പരിലാളന ഒരു ഘട്ടത്തിൽ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനായി എന്നുള്ളതാണ് അതിൻ്റെ കാരണം. മീഡിയകളുടെ പരിലാളന കിട്ടണമെങ്കിൽ കോൺഗ്രസോ ലീഗോ ആവണം. ആ 2 പാർട്ടിയായാൽ എന്ത് തോന്നിവാസവും തെമ്മാടിത്തവും നമുക്ക് ധൈര്യപൂർവ്വം ചെയ്യാം. നമ്മളെ ന്യായീകരിക്കാൻ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടാകും. അതിനെ നിസ്സാരവൽക്കരിക്കാൻ മാധ്യമങ്ങളുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള പരിലാളനകളൊന്നും കിട്ടാതിരുന്നിട്ടും കഴിഞ്ഞ തവണയും വിജയിച്ചു കയറാൻ വേണ്ടി സാധിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് സങ്കീർണതകൾ, വെല്ലുവിളികൾ എല്ലാം ഉണ്ടായിരുന്നിട്ടും ജയിക്കാനായി എന്നുള്ളത് ജനങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. 2016 BJP വോട്ട് ഷെയർ 5% കൂട്ടി. അത് കഴിഞ്ഞിട്ട് BDJSന് കൊടുത്തു, വോട്ട് താഴേക്ക് പോയി. വീണ്ടും അതേ 2016 കാൻഡിഡേറ്റിനെ തന്നെ BJP അവതരിപ്പിക്കുന്നു. BJP ഒരു സ്വാധീന ശക്തിയായി മണ്ഡലത്തിൽ മാറുന്നുണ്ടോ? BJPക്ക് വോട്ട് കുറയുന്ന ഘട്ടത്തിലൊക്കെ തന്നെ എൻ്റെ ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തത്. BJPക്ക് വോട്ട് കൂടിയപ്പോഴാണ് എൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ചിട്ടുള്ളത്. അതായത് കോൺഗ്രസിൻ്റെ വോട്ടാണ്. തീർച്ചയായിട്ടും. കഴിഞ്ഞ പ്രാവശ്യം BJPയുടെ ഒരുപാട് വോട്ടുകൾ BDJS മത്സരിച്ചതുകൊണ്ട് തന്നെ എന്നെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യം, കാരണം കേന്ദ്ര ഏജൻസികളൊന്നും അന്വേഷിച്ചിട്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ആ ഒരു കർവ് അവർ തീർത്തത് BDJSന് വോട്ട് ചെയ്യാതെ UDFന് വോട്ട് ചെയ്ത്, അത് കോൺഗ്രസും ലീഗും അല്ല, അവരൊരു ജീവകാരുണ്യ പ്രവർത്തകനാണ് എന്നുള്ള ലേബൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അത്രയും കുറഞ്ഞ ഭൂരിപക്ഷം വന്നത്. ഈ 2006 ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചുകൊണ്ടാണ് വരുന്നത് കുറ്റിപ്പുറത്ത്. ഒരു ജയൻ കില്ലറായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ തെവനൂരിൽ 4ാമത്തെ ടേം നോക്കുമ്പോൾ ഈ ഒരു യാത്ര എങ്ങനെയാണ് കാണുന്നത്? സത്യസന്ധമായി ആത്മാർത്ഥമായി നമ്മൾ പ്രതിഫലേച്ഛ കൂടാതെ 1 രൂപയുടെ അഴിമതിയോ അല്ലെങ്കിൽ ആളുകളിൽ നിന്നത് പറ്റി അവനവൻ്റെ വയറ്റിലാക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം നടത്തിയാൽ നമുക്ക് സധൈര്യം എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ വേണ്ടി കഴിയും. ഒരാൾക്കും കീഴൊതുങ്ങി നിൽക്കേണ്ടി വരില്ല, ഒരാൾക്കും കീഴ്പ്പെട്ട് നിൽക്കേണ്ടിയും വരില്ല. ഒരാളുടെ മുമ്പിലും നമുക്ക് പഞ്ചപുച്ഛമടക്കി നമ്മളുടെ ആത്മാഭിമാനം മടിയറ വെക്കേണ്ടിയും വരില്ല. അങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ശരിക്കും ആൻറ്റി ഇൻകംബൻസി ഉണ്ടോ സർക്കാരിനെതിരെ? ഏത് മേഖലയിൽ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഏത് മേഖലയിൽ?
ഏത് മേഖലയിലാണ് സർക്കാരിനെതിരായിട്ടുള്ള വികാരമുള്ളത്? സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് മോശമായി പ്രവർത്തിച്ചോ? ആരോഗ്യരംഗത്ത് മോശമായി പ്രവർത്തിച്ചോ? സർക്കാർ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ താല്പര്യമില്ലായ്മ കാണിച്ചോ? സർക്കാർ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ വിമുഖത പ്രകടിപ്പിച്ചോ? ഏത് രംഗത്ത്? നമ്മളുടെ നാട്ടിലെ റോഡുകൾ കേടുവന്നിട്ടാണെങ്കിൽ അത് പറയാം. ഹൈവേക്ക് സ്ഥലം ഏറ്റെടുക്കാത്ത ഒരു സർക്കാരായിരുന്നു ഇതെങ്കിൽ, ഹൈവേയുടെ വികസനം എവിടെയും എത്തിയില്ലായിരുന്നുവെങ്കിൽ അത് പറയാം. ഈ നാട്ടിൽ പവർ കട്ടുണ്ടായിരുന്നു, ജനങ്ങൾക്ക് വലിയ പ്രയാസം ഈ ഇലക്ട്രിസിറ്റിയുടെ പവർ സപ്ലൈയിലെ കുറവ് കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയാം. ഏത് രംഗത്താണ് സർക്കാരിനെതിരായിട്ടുള്ള വികാരം നിലനിൽക്കുന്നത്? അത് ചോദിക്കുമ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. നിങ്ങൾ പത്രക്കാരാണ്, നിങ്ങളോട് തന്നെ ഞാൻ ചോദിക്കുന്നു, ഏത് മേഖലയിൽ, ഏത് രംഗത്തുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടായത്? വയനാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തില്ലേ സമയബന്ധിതമായി? ടൗൺഷിപ്പ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കിയില്ലേ? ക്ഷേമ പെൻഷനുകൾ ഒരു മാസത്തെ പോലും കുടിശ്ശിക വരുത്താതെ കൊടുത്തതാണോ സർക്കാരിനെതിരായിട്ട് അങ്ങനെ ഒരു എതിർവികാരം വരുന്നതിൻ്റെ കാരണം? 1000 രൂപ ഇപ്പോൾ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നു. ഇതെല്ലാം നിന്നുപോകും LDF പരാജയപ്പെട്ടാൽ. പക്ഷേ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ആരോഗ്യരംഗത്തിനെതിരെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ഒരു സോഫ്റ്റ്വെയർ പർച്ചേസിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. ആരോപണം ഉന്നയിക്കുക എന്നുള്ളതല്ലാതെ അതൊന്നും തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എത്ര ആരോപണങ്ങളുമായി അവർ ഹൈക്കോടതിയെ സമീപിച്ചു? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുകൂല വിധി അവർക്ക് കിട്ടിയോ? ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആർക്കും കഴിയും. ഇനി ഫുൾ ക്യാൻ ഡു ഇറ്റ്. പക്ഷെ പ്രശ്നമെന്ന് പറയുന്നത് അത് തെളിയിക്കുക എന്നുള്ളതാണ്. അത് തെളിയിക്കാൻ എവിടെയെങ്കിലും സാധിച്ചോ? എവിടെയും സാധിച്ചില്ല. വെറുതെ ശൂന്യതയിൽ എന്തെങ്കിലുമൊക്കെ വെടിപൊട്ടിക്കുക എന്നുള്ളതിനപ്പുറം പ്രതിപക്ഷത്തിൻ്റെ ഈ ആരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ല. നിയമസഭാ സമ്മേളനങ്ങൾ എത്ര കഴിഞ്ഞു? ഒരു മന്ത്രിക്കെതിരായിട്ട് ഒരു അഴിമതി ആരോപണം ഉന്നയിച്ച് അത് സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിച്ചോ അവർക്ക്? തവനൂരിൽ ഇടതുപക്ഷത്തിൻ്റെ ട്രംപ് കാർഡാണോ ജലീൽ? അങ്ങനെ ഒന്നുമല്ല. തവനൂരിൽ ഇടതുപക്ഷ മുന്നണിക്ക് ജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 17,000 വോട്ടും 9,000 വോട്ടുമാണ് യഥാക്രമം UDF മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ജയിക്കാൻ പറ്റും. കാരണം നമ്മളുടേതായിട്ടുള്ള നമുക്ക് പരിചയമുള്ള ഒരുപാട് വ്യക്തിബന്ധങ്ങൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി ജയിക്കാൻ കഴിയും. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു ആത്മവിശ്വാസക്കുറവും ഇല്ല.